നമസ്കാരം. മലയാള സിനിമയുടെ വിപണി ഇന്ന് ഭൂപടങ്ങൾക്കപ്പുറത്തേക്ക് വളർന്നിരിക്കുകയാണ്. ബജറ്റിലല്ല കണ്ടന്റിലാണ് കാര്യമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. മിഥുൻ മാനുവൽ തോമസ് ജയസൂര്യ കൂട്ടുകെട്ടിന്റെ ആട് 3 ഒരേ ദിവസം റിലീസ് ചെയ്ത പവൻ കല്യാണിന്റെ 150 കോടി ചിത്രം ഉസ്താദ് ഭഗത് സിംഗിനെ വിദേശ മാർക്കറ്റുകളിൽ നിലംപരിശാക്കി മുന്നേറുകയാണ് നമ്മുടെ ഷാജി പാപ്പൻ. തെലുങ്ക് മാധ്യമങ്ങൾ പോലും ഈ മാറ്റത്തെ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. തിയേറ്റർ കൗണ്ട് നോക്കിയാൽ പവൻ കല്യാൺ ചിത്രം ആട് 3-നേക്കാൾ ബഹുദൂരം മുന്നിലായിരുന്നു. എന്നാൽ ടിക്കറ്റ് ബുക്കിംഗിൽ കഥ മാറുകയാണ് ചെയ്തത്. തിയേറ്റർ കൗണ്ട് നോക്കിയാൽ പവൻ കല്യാൺ ചിത്രം ആട് 3-യേക്കാൾ ബഹുദൂരം മുന്നിലായിരുന്നു. എന്നാൽ ടിക്കറ്റ് ബുക്കിംഗിൽ കഥ മാറുകയായിരുന്നു. റിലീസിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ച ഉസ്താദ് ഭഗത് സിംഗ് ബുക്ക് മൈ ഷോ വഴി വിറ്റത് 84,000 ടിക്കറ്റുകളാണെങ്കിൽ ആട് 3 വിറ്റത് 1.48 ലക്ഷം ടിക്കറ്റുകളാണ്. ഇന്ത്യയിൽ അന്ന് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ രണ്ടാമത്തെ ചിത്രമായി ആട് 3 മാറി. ഇത്രയും വലിയൊരു ഫാൻ ബേസ് ഉള്ള തെലുങ്ക് താരത്തിന്റെ ചിത്രത്തെക്കാൾ ഒരു മലയാളം ചിത്രത്തിന് ടിക്കറ്റ് വിൽക്കാൻ സാധിച്ചു എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഇന്ത്യയിലെ മാത്രം കളക്ഷൻ നോക്കിയാൽ ഉസ്താദ് ഭഗത് സിംഗിന് 71.15 കോടിയും ആട് 3ക്ക് 31.25 കോടിയുമാണുള്ളത്. എന്നാൽ ലോകം മുഴുവനും കളക്ഷൻ നോക്കുമ്പോഴാണ് ട്വിസ്റ്റ്. പവൻ കല്യാൺ ചിത്രം ആകെ നേടിയത് 80.75 കോടിയാണെങ്കിൽ ആട് 3 ഇതുവരെ നേടിയത് 85 കോടി രൂപയാണ്. വിദേശ രാജ്യങ്ങളിൽ മലയാള സിനിമയ്ക്ക് ഇന്ന് ലഭിക്കുന്ന വമ്പൻ സ്വീകാര്യതയാണ് ഇതിന് പിന്നിലെ കാരണം. ഭഗത് സിംഗിന്റെ ബജറ്റ് 150 കോടിയാണ്. എന്നാൽ ആട് 3 നിർമ്മിച്ചത് വെറും 65 കോടിക്ക്. മുടക്കുമുതൽ വെച്ച് നോക്കുമ്പോൾ ആട് 3 ഒരു വമ്പൻ ലാഭമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊരു പ്രാദേശിക വിജയം മാത്രമല്ല, തെലുങ്കിലെ പ്രമുഖ മാധ്യമങ്ങളടക്കം ഈ രണ്ട് സിനിമകളും തമ്മിലുള്ള താരതമ്യങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ട്. OTT-യിലൂടെ മലയാള സിനിമകൾ ഇതര സംസ്ഥാന പ്രേക്ഷകർ കണ്ടു ശീലിച്ചതാണ് ഈ വിജയത്തിന് കാരണം. മിഥുൻ മാനുവൽ തോമസിന്റെ മേക്കിങ്ങും ഷാജി പാപ്പൻ എന്ന കഥാപാത്രത്തിന്റെ കോമഡി ടൈമിങ്ങും മറുഭാഷാ പ്രേക്ഷകരെയും ആകർഷിക്കുകയാണ്. ബജറ്റ് കുറവാണെങ്കിലും ക്വാളിറ്റിയിൽ മലയാളം ഒട്ടും പിന്നിലല്ല എന്ന് തെലുങ്ക് പ്രേക്ഷകരും സമ്മതിക്കുന്നുണ്ട്. മലയാള സിനിമയുടെ മാർക്കറ്റ് മുമ്പത്തേക്കാളും വലുതായിരിക്കുന്നു. ഓഫ്ലൈൻ ടിക്കറ്റ് സെയിലിൽ പവൻ കല്യാൺ മുന്നിലാണെങ്കിലും ആഗോളതലത്തിൽ മലയാള സിനിമകൾ കാണാൻ ആളുകൾ കൂടുന്നത് ഇൻഡസ്ട്രിയുടെ കരുത്താണ് കാണിക്കുന്നത്. ആട് 3-യുടെ ഈ വിജയം വരാനിരിക്കുന്ന എല്ലാ മലയാള സിനിമകൾക്കും വലിയൊരു ഊർജ്ജമാണ്. ഷാജി പാപ്പൻ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ആട് 1 തിയേറ്ററുകളിൽ പരാജയപ്പെട്ടെങ്കിലും OTT-യിലും TV-യിലും വമ്പൻ ഹിറ്റായി മാറിയ ചരിത്രമുണ്ട്. രണ്ടാം ഭാഗം വന്നപ്പോൾ അത് തിയേറ്ററിലും വമ്പൻ വിജയമായി. ആ ഒരു ധൈര്യത്തിലാണ് മിഥുൻ മാനുവൽ മൂന്നാം ഭാഗത്തിന് മുതിർന്നത്. 65 കോടി എന്ന ബജറ്റ് മലയാള സിനിമയ്ക്ക് വലുതാണെങ്കിലും മിഥുൻ ഇതിൽ ആക്ഷനും കോമഡിയും സമന്വയിപ്പിച്ച് ഒരു പക്ക എന്റർടൈനർ ഒരുക്കി. തെലുങ്ക് പ്രേക്ഷകർ ഈ ഒരു മേക്കിംഗ് ക്വാളിറ്റി കണ്ടാണ് അത്ഭുതപ്പെടുന്നത്. ജയസൂര്യയുടെ കരിയറിലെ ഏറ്റവും ഐക്കോണിക് കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഷാജി പാപ്പൻ. അദ്ദേഹത്തിന്റെ ആ ഒരു മാസ് എൻട്രിയും തമാശകളും വിദേശ പ്രേക്ഷകരും ഏറ്റെടുത്തു കഴിഞ്ഞു. ആട് 3-യുടെ വമ്പൻ വിജയത്തോടെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ആട് 4 വരുമോ എന്നത്. ഈ ഒരു ചോദ്യത്തിന് മിഥുൻ മാനുവൽ തോമസ് നൽകുന്ന സൂചന ഇങ്ങനെയാണ്. അടുത്തിടെ നടന്ന ഒരു അഭിമുഖത്തിൽ മിഥുൻ പറഞ്ഞതിങ്ങനെ: ആട് 3-യുടെ ഫലം കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ചിത്രം 85 കോടിയും കടന്ന് കുതിക്കുമ്പോൾ ആട് 4 വരാനുള്ള സാധ്യത 100%. ജയസൂര്യയുടെ മറ്റ് സിനിമകളുടെ തിരക്കുകളും മിഥുനിന്റെ വരാനിരിക്കുന്ന ഓസ്ലർ ഉൾപ്പെടെയുള്ള പ്രൊജക്ടുകളും കഴിഞ്ഞാൽ 2027-ലോ 2028-ലോ ആട് 4 പ്രതീക്ഷിക്കുക. പക്ഷേ ഇത്തവണ ഷാജി പാപ്പനും സംഘവും ഇന്റർനാഷണൽ ലെവലിൽ ഒരു മിഷന് പോകാനാണ് സാധ്യത.